ഇപ്പോൾ നമ്മളിനി WCPയുടെ 200 മീറ്ററിൻ്റെ കുറച്ച് ടെക്നിക്കലാണ് നോക്കുന്നത്. 200 മീറ്ററിന് നമുക്ക് അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ട്രാക്ക് കിട്ടത്തില്ല. എന്നാലും നമുക്കൊരു കർവ് ലെവലിലായിരിക്കും അവർ നിർത്തുന്നത്. ഫസ്റ്റ് ട്രാക്കിലേക്ക് എത്രയും പെട്ടെന്ന് നല്ല സ്പീഡായിട്ടുള്ള കുട്ടികൾ ഫസ്റ്റ് ട്രാക്കിലേക്ക് വരണം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ട്രാക്കിൽ അവിടെ അതായത് നമ്മൾ ദൂരം കൂടുന്തോറും നമുക്ക് കൂടുതൽ ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ട്രാക്കിൽ എത്തുന്നതിന് വേണ്ടി നമുക്ക് സ്പീഡ് കൂട്ടണം. അപ്പോൾ സ്പീഡ് കൂട്ടണമെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഇതിൽ 200-ന് വേണ്ടി നാം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാക്ക് ഇവിടെ നോക്കും. ഇവിടെ രണ്ടാമത്തെ ട്രാക്കാണ്. രണ്ടാമത്തെ ട്രാക്കിൽ നമ്മൾ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ഓടേണ്ടത്, ഈ ട്രാക്കിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ എപ്പോഴും ആ സ്റ്റാർട്ടിങ് നിൽക്കുന്നത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിൽക്കാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നതിന് ശേഷം നമ്മൾ ഈ ട്രാക്കിൻ്റെ ഈ അറ്റം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു അറ്റം വരെ ഇതിന് ശേഷം കഴിഞ്ഞാലും അടുത്ത ട്രാക്കായി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതേ കണക്ക് നമുക്ക് നിൽക്കാൻ പറ്റും. അതിന് ശേഷം ഒരു ഫിസിലടിച്ചു. നമ്മൾ 200 ഓടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കർവിങ് പൊസിഷൻ, എപ്പോഴും ഒരു സൈഡിലോട്ട് ചരിഞ്ഞ രീതിക്ക് തന്നെ ഓടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കർവ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ആ കർവ് പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾ നാച്ചുറലായിട്ട് നിങ്ങളെ സ്ട്രെയിറ്റ് ബോഡിയിലേക്ക് കൊണ്ടുവരാം. അതുവരെ നിങ്ങൾ ഈ കർവ് ഓടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ രീതിക്ക് എങ്ങോട്ടാണോ നമ്മുടെ ആ ഒരു കർവിൻ്റെ ദിശ വരുന്ന ആ ഭാഗത്തേക്ക് കുറച്ചൊരു ബോഡിയെ ഒന്ന് ചരിക്കി വെച്ച് ഓടിയാൽ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡ് പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ.